കമ്പ്യൂട്ടിംഗിന്റെ ഭാവി ഇലക്ട്രോണുകളല്ല, പ്രകാശമാണ് നയിക്കുന്നതെങ്കിലോ? യുദ്ധക്കളത്തെയും ലോകത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന അധികാരക്ഷമവും പ്രകാശാധിഷ്ഠിതവുമായ കമ്പ്യൂട്ടിംഗിന്റെ ഒരു യുഗം കെട്ടഴിച്ചുവിടുന്നതിനായി യുഎസ് സൈന്യം ഇപ്പോൾ വെരി ലാർജ് സ്കെയിൽ ഫോട്ടോണിക് ഇന്റഗ്രേഷനിൽ അല്ലെങ്കിൽ വിഎൽബിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. താപം ഒട്ടും ഉൽപ്പാദിപ്പിക്കാത്തതും വളരെ കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നതും പ്രകാശവേഗതയിൽ പ്രവർത്തിക്കുന്നതുമായ ഉയർന്ന പ്രകടനമുള്ള പ്രോസസ്സറുകൾ സങ്കൽപ്പിക്കുക. ഫോട്ടോണിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെയോ പിക്കുകളുടെയോ വാഗ്ദാനമാണിത്. വിഎൽപിയായി അവ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. 1970കളിലെ വിയലെസ്റ്റ വിപ്ലവം ഇലക്ട്രോണിക്സിനെ പുനർനിർമ്മിക്കുകയും മൈക്രോപ്രൊസസ്സറുകൾക്ക് ജന്മം നൽകുകയും ചെയ്തതുപോലെ പ്രകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള കമ്പ്യൂട്ടിംഗിനും വിഎൽപിയായി ഇത് ചെയ്യാൻ കഴിയും. ഒറ്റ വേഫറിൽ ദശലക്ഷക്കണക്കിന് ഘടകങ്ങളുള്ള ഫോട്ടോണിക് സർക്യൂട്ടുകൾ അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യകൾ ഏതൊക്കെയാണ് എന്ന് യുഎസ് സൈന്യത്തിന്റെ ഭാവി ഗവേഷണ വികസന വിഭാഗമായ ധഹ ശാസ്ത്രജ്ഞരോടും ചിപ്പ് നിർമ്മാതാക്കളോടും എഞ്ചിനീയർമാരോടും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി, ഫോട്ടോണുകൾ വേഗത്തിൽ നീങ്ങുകയും കുറഞ്ഞ ഊർജ്ജം പുറന്തള്ളുകയും വളരെ കുറച്ച് ചൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കാര്യക്ഷമവും വേഗതയേറിയതും ഒതുക്കമുള്ളതുമായ എഡ്ജ് കമ്പ്യൂട്ടിംഗ്, സൈനിക സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, എഐ സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിവയ്ക്ക് ഇത് അനുയോജ്യമാക്കുന്നു. ഇതുവരെ ഫോട്ടോണിക് സർക്യൂട്ടുകൾ ഒപ്റ്റിക്കൽ ഡാറ്റ ലിങ്കുകൾ അല്ലെങ്കിൽ മാട്രിക്സ് ഗുണനം പോലുള്ള ചെറുതും ഒറ്റപ്പെട്ടതുമായ ജോലികളിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു. പൂർണ്ണ തോതിലുള്ള ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ഇപ്പോഴും ലഭ്യമല്ല. ഹയെ മുന്നോട്ട് നയിക്കാൻ വേണ്ട സർക്യൂട്ട് ലെവൽ ഡിസൈൻ വൈദഗ്ധ്യം, ദശലക്ഷക്കണക്കിന് പരസ്പരബന്ധിത ഘടകങ്ങളുള്ള ഫോട്ടോണിക് ചിപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഓട്ടോമേഷൻ ഉപകരണങ്ങൾ എന്നിവയെപ്പറ്റി ദർപ്പ വ്യവസായ മേഖലകളിൽ നിന്ന് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദർപ്പ മുന്നിലുള്ള വെല്ലുവിളികൾ ഇതൊക്കെയാണ്. ഇത് പുതിയ ആപ്ലിക്കേഷനുകൾക്കാണ് വിഎൽപിയായി പ്രാപ്തമാക്കാൻ കഴിയുക. പരമ്പരാഗത ഇലക്ട്രോ ഒപ്റ്റിക്കൽ കൺവെർട്ടറുകൾ നമുക്ക് മാറ്റാൻ കഴിയുമോ? പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ അൽഗോരിതങ്ങൾ ഏതൊക്കെയാണ്? ഈ സങ്കീർണമായ സിസ്റ്റങ്ങളുടെ രൂപകൽപ്പന ഞങ്ങൾ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യും? വിയലെസ്റ്റ ടെക്നോളജി ദർപ്പ ആരംഭിച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആധുനിക സാങ്കേതിക ലോകത്തെ ജനിപ്പിക്കാൻ സഹായിച്ചത്. ഇപ്പോൾ അവർ പ്രകാശത്തെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്യുന്നു. വിഎൽപിയായി വെറുമൊരു ഗവേഷണ പദ്ധതിയല്ല, ഇത് ഒപ്റ്റിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും അടുത്ത തലമുറ ബളയുടെയും പ്രകാശവേഗത്തിൽ ചിന്തിക്കുന്ന സൈനിക സംവിധാനങ്ങളുടെയും സാധ്യതയുള്ള ഉദയമാണ്. സിലിക്കണിനപ്പുറം കമ്പ്യൂട്ടിംഗിന്റെ പ്രകാശശക്തിയുള്ള ഒരു യുഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന കുതിച്ചുചാട്ടമായിരിക്കുമോ ഇത്? നാളത്തെ യുദ്ധക്കളത്തെയും അതിനപ്പുറവും രൂപപ്പെടുത്തുന്ന സാങ്കേതികവിദ്യകളെ പറ്റി അറിയുവാൻ ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക.